മുനമ്പത്തുണ്ടാകുമോ പരിഹാരം? മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച സംസ്ഥാന സർക്കാർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം പരിശോധിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല സമിതി യോഗത്തിന്റേതാണ് തീരുമാനം. മുനമ്പത്ത് നിന്ന് ആരെയും കുടിയൊഴിപ്പിക്കില്ല എന്നും ഉന്നതതല സമിതി വ്യക്തമാക്കുന്നു. ഡാൻ കുര്യൻ ചേരുന്നു. ഡാന് ദിവസങ്ങളോളം നീണ്ടുപോയ ആ സമരത്തിനൊടുവിൽ ഇതിനൊരു പരിഹാരമുണ്ടാകും. സർക്കാർ തന്നെ മുന്നോട്ട് വെക്കുന്ന ഈ നിർദ്ദേശത്തിന് എന്നുകൂടിയാണോ ആരെയും കുടിയൊഴിപ്പിക്കാത്ത രീതിയിൽ ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ കഴിയും ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ എന്നുകൂടിയാണോ ഉന്നതതല സമിതി വ്യക്തമാക്കുന്നത്? അപർണ, മുനമ്പത്തെ 641 കുടുംബങ്ങൾ 41 ദിവസത്തിലേറെയായി തുടരുന്ന പ്രതിഷേധത്തിന് ആശ്വാസകരമായ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്ന തരത്തിലാണ് ഇപ്പോൾ ഉന്നതതല യോഗത്തിലെടുത്തിരിക്കുന്ന തീരുമാനം. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുക, അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി കമ്മീഷനെ നിയോഗിക്കുക. അതിനുശേഷം ഭൂമിയുടെ രേഖകൾ ഈ കമ്മീഷൻ തന്നെ പരിശോധിക്കുന്ന തരത്തിലേക്കാണ് തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. ആരെയും മുനമ്പത്ത് നിന്ന് കുടിയൊഴിപ്പിക്കുകയില്ല എന്ന ഒരു തീരുമാനം ഉന്നതതല യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുകയാണ്. വഖഫ് ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിലാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിയമപരമായ പരിശോധനയിലേക്ക് കൂടി സർക്കാർ കടക്കുന്നു എന്നതാണ് ഇതിലെ എടുത്തു പറയേണ്ട കാര്യം. ഈ ഉന്നതതല യോഗത്തിന് ശേഷം വഖഫ് മന്ത്രിയും നിയമമന്ത്രിയും റവന്യൂ മന്ത്രിയും സംയുക്തമായി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡാൻ കുര്യൻ വിവരങ്ങൾ. മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷൻ വരുന്നു. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത്. തർക്കഭൂമിയുടെ ഉടമസ്ഥാവകാശം പരിശോധിക്കും. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. ആരെയും കുടിയൊഴിപ്പിക്കുകയില്ല എന്ന് കൂടി ഉന്നതതല സമിതി വ്യക്തമാക്കുന്നുണ്ട്. ഡാൻ, ക്രൈസ്തവ സഭകളടക്കം വലിയ പ്രതിഷേധം ഉന്നയിച്ച വിഷയം, ഇതിനകത്ത് കൂടുതൽ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? പ്രതിപക്ഷമടക്കം സർക്കാർ കൃത്യമായി ഇതിനകത്ത് ഇടപെടണം, സർക്കാർ കാലതാമസം ഉണ്ടാക്കുന്നു എന്ന് ദിവസങ്ങളോളം ആരോപിച്ച ഒരു വിഷയത്തിനകത്ത് ഈ പരിഹാരം സമവായം ഉണ്ടാക്കുന്നതാണെന്നുള്ളൊരു അഭിപ്രായം പ്രതിപക്ഷത്തിനുണ്ടോ? ക്രൈസ്തവ സഭകൾക്കുണ്ടോ? ഏതെങ്കിലും പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ ഈ സമയത്ത്? മന്ത്രി പി രാജീവ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുന്നു. നിലനിൽക്കുന്ന ഒത്തിരി സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ മറ്റൊരു തരത്തിലും ചോദ്യം ചെയ്യാൻ കഴിയും. അത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ ആളുകളുടെ അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും നിയമപരമായ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും? മന്ത്രി പി രാജീവ് സംസാരിക്കുന്ന ഈ വിഷയത്തിനകത്ത് കൃത്യമായ പരിഹാരമുണ്ടാക്കും ആ ഒരു പ്രതീക്ഷയാണ് സർക്കാർ വൃത്തങ്ങളുടെ ഭാഗത്ത് നിന്നുള്ളത്. മന്ത്രി പി രാജീവിലേക്ക് വരും. അവിടുത്തെ MLA സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനിച്ചിരുന്നെങ്കിലും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും കോടതി അത് സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഗവൺമെന്റ് അതിനകത്ത് തുടർ നടപടികൾ സ്വീകരിക്കും. കോടതിയിൽ ആ സ്റ്റേ വെക്കറ്റ് ചെയ്യുന്നതിനും അവർക്ക് നിയമപരമായി നേരത്തെ എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ സഹായകരമായിട്ടുള്ള ഒരു തുടർ നടപടികൾ സർക്കാർ കോടതിയുടെ മുൻപിൽ സ്വീകരിക്കും. ഇതാണ് ഇന്നത്തെ യോഗമെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ അവരുമായി ചർച്ച ചെയ്യുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് 3 മാസത്തിനുള്ളിൽ ഈ കമ്മീഷൻ എല്ലാ നടപടികളും പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഭാഗം. സമയബന്ധിതമായി അത് പൂർത്തീകരിക്കണം. അതിനാവശ്യമായിട്ടുള്ള കമ്മീഷൻ ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളുടെ, ഏതെല്ലാം ഉദ്യോഗസ്ഥരുടെ, ഏതെല്ലാം സംവിധാനങ്ങളുടെ സഹായം ആവശ്യമാണെന്ന് നിഷ്കർഷിക്കുന്നുവോ അതെല്ലാം തന്നെ സമയബന്ധിതമായി സർക്കാർ ഉറപ്പുവരുത്തുന്നതായിരിക്കും. അല്ല, അതിലിപ്പോ 9 കേസുകൾ ഹൈക്കോടതിയിലുണ്ട്, 2 കേസുകൾ ട്രിബ്യൂണലിൽ നിൽക്കുന്നുണ്ട്. നമ്മളൊരു പ്രഖ്യാപനം നടത്തി നാളെ പുതിയൊരു പ്രശ്നം വന്നാൽ അവർ സ്വാഭാവികമായിട്ടും നേരെ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ശാശ്വതമായൊരു പരിഹാരം അർഹരായിട്ടുള്ള മുഴുവൻ കൈവശാവകാശക്കാരുടെയും നിയമപരമായിട്ടുള്ള അവകാശം സംരക്ഷിക്കാനുള്ള ശാശ്വതമായ പരിഹാരം. അതിപ്പോ നമുക്കൊരു യോഗത്തിൽ ഇരുന്നൊരു പ്രഖ്യാപനം നടത്തിയാൽ വീണ്ടും ചിലപ്പോൾ ഇവർ തന്നെ പ്രതിസന്ധിയിലായിരുന്നത്. അപ്പൊ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ ഏറ്റവും ഉചിതമായത് വളരെ ശരിയായ ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു പരിഹാരമായിരിക്കും. അതിനാണ് വളരെ ഉയർന്ന ചുമതല വഹിച്ചിരുന്ന ഒരാളെ തന്നെ
ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി ചുമതല വഹിച്ച ആളെ തന്നെ ഈ പരിശോധനയുടെ ഒരു എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരം തന്നെ ചുമതലപ്പെടുത്താനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇത് വരുന്നതിലൂടെ തുടർ നടപടി ഉണ്ടാവില്ല. പുതിയ നോട്ടീസുകൾ കൊടുക്കില്ല, കൊടുത്ത നോട്ടീസുകൾ തുടർ നടപടികൾ ഉണ്ടാവില്ല. അത് ഗവൺമെന്റ് വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചു. കാരണം ഞങ്ങൾക്ക് വഖഫ് ബോർഡിനോട് ഡയറക്ഷൻ ഇതുള്ളൂ. വഖഫ് ബോർഡ് അത് അംഗീകരിച്ചു. തുടർ നടപടികളൊന്നും തന്നെ കൊടുത്ത നോട്ടീസിലുണ്ടാവില്ല. ഈ കൈവശാവകാശമുള്ള അവിടെ താമസിക്കുന്ന ആളുകളുടെ കാര്യങ്ങളിലെല്ലാം മറ്റു നോട്ടീസ് കൊടുക്കാനും ഇനി കഴിയുന്നില്ല ഈ തീരുമാനം വരുന്നത് വരെ. അല്ല, അതുകൊണ്ടാണ് ഇത് എല്ലാ വശവും ഇവർ പരിശോധിക്കാൻ പറഞ്ഞത്. നമുക്ക് ഒരു മീറ്റിംഗ് കൊണ്ട് തീരുന്നതല്ല. ഇപ്പൊ നമുക്കറിയാം കോടതി വിധികളുണ്ട്, വഖഫ് ട്രിബ്യൂണലിന്റെ ഇതുണ്ട്. സർക്കാരിന് ഇതിന് അധികാരമില്ല. നിങ്ങൾ നിസാർ കമ്മീഷന്റെ അത് നോക്കിയാലും അറിയാം, ഞങ്ങൾ ഇത് പരിശോധിക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. വഖഫ് ബോർഡാണ് ഇതിന്റെ അതോറിറ്റി എന്ന് ആധികാരികമായി പറയുകയാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡിന്റെ തീരുമാനമുണ്ട്. ആ തീരുമാനത്തിന് ശേഷമാണ് നമ്മളിപ്പോ നികുതി അടയ്ക്കാനുള്ള അനുമതി നൽകിയത്. അത് ചോദ്യം ചെയ്ത ഹർജികളുണ്ട്. ഏകദേശം 9 കേസുകൾ ഹൈക്കോടതിയിൽ പല സ്വഭാവത്തിലും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോ കമ്മീഷൻ ചോദിച്ചതുപോലെ ഈ സങ്കീർണതകളല്ലാണ്ട് ഇത് ഒറ്റ നിമിഷം കൊണ്ട് തീരുന്നു. പിന്നെ ഇത് കരാർ കൊടുത്തിട്ട് വിൽപ്പന നടത്തിയിട്ടുണ്ട്. അങ്ങനെ കുറെ കേസുകളുണ്ട്. അപ്പൊ അതിൽ ഇപ്പൊ താമസിക്കുന്നവർ നമ്മൾ പ്രഖ്യാപനം നടത്തി നിങ്ങൾക്ക് ഇത് അവകാശം എന്ന് പറഞ്ഞാൽ നാളെ ആർക്കും ചോദ്യം ചെയ്യാം. കാരണം വഖഫ് എന്ന് പറഞ്ഞാൽ മൊത്തം സംവിധാനമല്ലേ. അതിലൊരാൾ പോയി ക്വസ്റ്റ്യൻ ചെയ്താൽ നേരെ ഇവരുടെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ സുരക്ഷിതത്വമില്ലാതാവും. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിലേക്ക് പ്രശ്നങ്ങൾ എത്തിയിരിക്കുമ്പോൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും, ശാശ്വതമായിട്ടൊരു പരിഹാരം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? അതാണ് വളരെ പെട്ടെന്ന് 3 മാസം കൊണ്ട് തന്നെ റിപ്പോർട്ട് നൽകണം എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അല്ല, കോടതിയിൽ ഞങ്ങൾ ഇപ്പോ സ്റ്റേ ചെയ്തേക്കല്ലേ. അല്ല ഗവൺമെന്റ് കക്ഷിയാണ് അതിനകത്ത്. ഗവൺമെന്റിനെ കൂടി എതിർ കക്ഷിയാക്കിക്കൊണ്ടാണ് ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ ആളുകൾ കേസ് കൊടുത്തിട്ടുള്ളത്. അതിൽ സിംഗിൾ ബെഞ്ച് വിധിച്ചു, ഡിവിഷൻ ബെഞ്ച് വീണ്ടും വന്നു. വീണ്ടും സിംഗിൾ ബെഞ്ചാണ് പരിശോധിക്കുന്നത്. ആ സ്റ്റേ നിലനിർത്തിക്കൊണ്ട് പിന്നെ പരിശോധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിൽ തുടർ നടപടി കോടതിയിൽ ഗവൺമെന്റ് സ്വീകരിക്കും. നമ്മൾ സ്പീഡാക്കാനും നമ്മുടെ ഭാഗം ശക്തമായി അവതരിപ്പിക്കാനും ആവശ്യമായ സമീപനം ഗവൺമെന്റ് സ്വീകരിക്കും. ട്രിബ്യൂണൽ സർക്കാർ കക്ഷിയല്ല നിലവിൽ. കാരണം വഖഫ് ട്രിബ്യൂണലിന്റെ സ്വഭാവം ഉണ്ടല്ലോ. അല്ല, അതെല്ലാം പിന്നെ നീണ്ടുപോകുന്ന കാര്യങ്ങളാണല്ലോ. നമ്മൾ അതിലേക്ക് വിട്ടുകൊടുക്കാതെ അത് ആ വഴി പോട്ടെ. നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പൊ തീരുമാനിക്കാൻ പറ്റില്ല. നമ്മൾ ഇതിനകത്ത് എവിടെ പോയാലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത ഒരു പരിഹാരം എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞു നിങ്ങളിവിടെ ഉറപ്പിക്കുന്നു, ഞങ്ങൾ നികുതി അടയ്ക്കാൻ പറഞ്ഞു. കോടതി പോയപ്പോൾ കോടതിയുടെ സ്റ്റേ ചെയ്തു. നാളെ വേറെ ഒന്ന് പറഞ്ഞു, അപ്പോഴും ട്രിബ്യൂണലിൽ പോയി. ട്രിബ്യൂണൽ സ്റ്റേ ചെയ്ത് ഇവർ വീണ്ടും അനുസരിച്ചില്ലാവില്ല. ഓരോ തവണ ഇവർക്ക് സമരം ചെയ്യാൻ പറ്റില്ല. സമരം ചെയ്താലും പുതിയ പ്രശ്നം വീണ്ടും വന്നത് വരാം. അപ്പൊ എന്താണ് ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്താണ്? അതാണ് സർക്കാർ ശ്രമിക്കുന്നത്. ശാശ്വതമായ ഒരു പരിഹാരം. അതിന് ഈ കമ്മീഷൻ സഹായകരായിരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അവരെ ചർച്ച ചെയ്യും. മുഖ്യമന്ത്രി അവരോട് ചർച്ച ചെയ്യും. ഈ വാഹനം അവരോട് വിശദീകരിക്കും. അത് ചർച്ച ചെയ്യും. അവരോട് അത് നോക്കി വളരെ പെട്ടെന്ന് തന്നെ സി എം അവരെ കണ്ടിരുന്നു. സി എം ഉറപ്പു നൽകി നിങ്ങളുടെ ഒരു ഭയപ്പെടേണ്ടതില്ല, നിങ്ങളെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല, ശാശ്വതമായ പരിഹാരം ഉണ്ട്. വളരെ പോസിറ്റീവായിട്ടാണ് സി എമ്മിനെ കണ്ട സമരസമിതിക്കാർ അതിനോട് പ്രതികരിച്ചത്. അവരും ഈ ചർച്ചയിൽ ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് അവരറിയിക്കും. അവർ സമര നടപടികൾ, തുടർ നടപടികൾ അതിന്റെ അടിസ്ഥാനത്തിൽ നിർത്തിവെക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കും. മുഖ്യമന്ത്രി തന്നെ ഇത്തരം കാര്യങ്ങൾ അവരെ അറിയിക്കുന്നതായിരിക്കും. ഇല്ല, ഉള്ള കേസിൽ തന്നെയാണ്. ഹലോ അവിടെ നികുതി അടയ്ക്കാനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് ഒരു ഉത്തരവിറക്കിയിരുന്നു. ആ ഉത്തരവിനെ ആദ്യം സിംഗിൾ ബെഞ്ചിൽ ചോദ്യം ചെയ്തു. സിംഗിൾ ബെഞ്ചിൽ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ അതിന് അനുകൂലമായി സ്റ്റേ നടപടി ഉണ്ടായി. സ്റ്റേ നടപടി ഉണ്ടായപ്പോൾ വീണ്ടും കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്ത് റവന്യൂ വകുപ്പ് പോയി. ആ കൗണ്ടർ അഫിഡവിറ്റിൽ നിലവിലുള്ള ഉത്തരവ് മോഡിഫൈ ചെയ്തുകൊണ്ട് വീണ്ടും ഇറക്കാം, കരമടയ്ക്കാം എന്ന് കോടതി നിർദ്ദേശിച്ചു. അതിനെതിരായി ഒരു സംഘം ആളുകൾ ഡിവിഷൻ ബെഞ്ചിൽ പോയപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ വിധി അബ്സല്യൂട്ടാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തി. മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാൻ സിംഗിൾ ബെഞ്ചിൽ തന്നെ വാദം തുടരണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. നേരത്തെ നിയമമന്ത്രി പറഞ്ഞതുപോലെ
അതിൽ സർക്കാർ കക്ഷിയാണ്. സർക്കാർ ആ കാര്യത്തിൽ സർക്കാരിന്റെ വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. അല്ല, നിലവിലിപ്പോ പറഞ്ഞല്ലോ, ഇത് സംബന്ധിച്ച് നേരത്തെ ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രി പറഞ്ഞതുപോലെ അവർക്ക് അർഹരായവർക്ക് നിയമപരമായ പരിരക്ഷ ലഭ്യമാകും വിധം ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് താൽക്കാലിക പരിരക്ഷയല്ല, സ്ഥിരമായൊരു പരിരക്ഷ. അതുവരെ അവരെ കുടിയൊഴിപ്പിക്കാതെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് സർക്കാർ ഏറ്റെടുത്തതും വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചു. അല്ല, അതില് നിയമ പോരാട്ടം നമ്മളിപ്പോ അങ്ങനെയാണെങ്കിൽ വഖഫിന്റെ തീരുമാനം വരട്ടെ, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ തീരുമാനം വരട്ടെ എന്നാണല്ലോ നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ കാണേണ്ടത് ഇപ്പോ ഞങ്ങൾ അതുകൊണ്ട് ഇതില് ചിലർ പറയുന്ന പോലെ സ്വിച്ച് ഇട്ടാൽ പരിഹരിക്കാവുന്ന പ്രശ്നമുണ്ടെങ്കിൽ അത് പറയുന്നത് അങ്ങനെയല്ലോ. ഇത് പറവൂർ കോടതിയുടെ ഒരു വിധി നിൽക്കുന്നു, ഹൈക്കോടതി വിധി നിൽക്കുന്നു. അതിനുശേഷം നിസാർ കമ്മീഷന്റെ ഇത് സംബന്ധിച്ച് വഖഫ് ബോർഡിനോട് തീരുമാനിക്കാനാണ് പറഞ്ഞു ഞങ്ങൾക്ക് അതോറിറ്റി. വഖഫ് ബോർഡ് എല്ലാവരും കേട്ടിട്ട് ഒരു നിലപാടെടുത്തിരിക്കുന്നു. ആ നിലപാടിന്റെ തുടർ നടപടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് വഖഫ് ട്രിബ്യൂണലിലും കോടതികളിലും കേസുകൾ നിൽക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അപ്പൊ അതിൽ ഇതെല്ലാ വശങ്ങളും പരിശോധിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ഒരു കാര്യമുള്ളൂ, ഇത് വഖഫ് ഭൂമിയുടെ സംരക്ഷണം അത് പൊതുവെ ഉള്ള കാഴ്ചപ്പാടാണല്ലോ. പക്ഷെ ഇവിടെ വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്നത്, വില കൊടുത്ത് വാങ്ങിയവരാണ് എല്ലാവരും തന്നെ, താമസിക്കുന്നവരാണ് വല്ലതും, അല്ലാത്തവരുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ താമസിക്കുന്ന ആളുകൾ, കൈവശാവകാശമുള്ളവർ, വില കൊടുത്ത് വാങ്ങിയ ആളുകൾ, അവര് ഇതിന്റെ പേരിൽ കുടിയിറക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഒപ്പം തന്നെ താമസിക്കുന്നതിന് അവർക്ക് താമസിക്കുന്ന ഭൂമിയിൽ ഒരു നിയമപരമായ പരിരക്ഷ അവർക്ക് ഉണ്ടാകും. അതിനെങ്ങനെ സാധ്യമാകും? അത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാനായിട്ട് ഒരു ജുഡീഷ്യൽ സ്വഭാവത്തിലുള്ള ഒരു കമ്മീഷനായിരിക്കും സഹായകരമാവുക. അതിലേറെ പരിചയസമ്പന്നനായ ജില്ലാ ജഡ്ജോ അങ്ങനെയല്ല, ഹൈക്കോടതിയിൽ തന്നെ ഏറ്റവും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ച ഒരാൾ തന്നെ അത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിനെല്ലാം പറ്റുന്ന ഒരു നിർദ്ദേശം വരും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അങ്ങനെയാണ് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയുള്ളൂ.